ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അഗ്നിവീർ നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർഫോഴ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നുണ്ടെന്ന്. ഇവിടെ വിളിച്ചിട്ടുള്ളത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഗ്നിവീർ നോട്ടിഫിക്കേഷൻ ആണ്. ആപ്ലിക്കേഷൻ ഫോർ അൺമാരീഡ് ആയിട്ടുള്ള മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെലക്ഷൻ ടെസ്റ്റ് ഫോർ അഗ്നിവീർ ഇൻടേക്ക് 02/2027 നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ ഇവിടെ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ഇൻടേക്ക് കൃത്യമായി ശ്രദ്ധിക്കുക. കാരണം അപ്ഡേറ്റ് വരുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള എയർഫോഴ്സ് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ വരും. അപ്പോൾ അഗ്നിവീർ ഇൻടേക്ക് 02/2027 ആണ് നോട്ടിഫിക്കേഷൻ്റെ ക്രമ നമ്പർ എന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക, എവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കൊക്കെ അപേക്ഷിക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അപേക്ഷ തുടങ്ങിയ സമയം. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം 6 ജൂലൈ 2026 മുതലാണ്. ഏകദേശം 26 ജൂലൈ 2026 വരെയാണ് കേട്ടോ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 1 ജൂലൈ 2005 അതുപോലെ തന്നെ 1 ജാനുവരി 2010 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 22 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഏജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡേറ്റും അതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് കേട്ടോ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിന് അപേക്ഷിക്കാനായിട്ട് മിനിമം +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് +2 യോഗ്യത വരുന്നതെന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. സയൻസ് സബ്ജക്റ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാം, സയൻസ് ഇല്ലാത്തവർക്ക് നോർമൽ +2 ഒക്കെ എടുത്തവർക്കും അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സയൻസ് എടുത്തവർക്കായിട്ട് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാൻഡിഡേറ്റ് ഹാവ് പാസ് ഇൻ്റർമീഡിയറ്റ് +2 പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വിത്ത് മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ് പിന്നെ ഇംഗ്ലീഷോടുകൂടി പാസ്സായിരിക്കണം. 50% മാർക്കോടുകൂടി പാസ്സാവണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും ഏകദേശം നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. +2 50% മാർക്ക് വേണം. കൂടാതെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് 50% മാർക്ക് വേണം. അല്ലെങ്കിൽ ഈ ഒരു +2 ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് ഉണ്ടെങ്കിൽ സയൻസ് സബ്ജക്റ്റിലേക്ക് അപേക്ഷിക്കാം. അത് എഞ്ചിനീയറിംഗിലാണ് പറയുന്നത്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. പിന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. അതും 50% മാർക്കോടുകൂടി മൊത്തത്തിൽ പാസ്സായിരിക്കണം എന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ 50% മാർക്കോടുകൂടി അത് പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ മാർക്ക് 50% ഉണ്ടായാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഡിപ്ലോമയിൽ ഇല്ലെങ്കിലാണ്. ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലുള്ള കാര്യമാണ്. ഡിപ്ലോമയിൽ ഉണ്ടെങ്കിൽ ഡിപ്ലോമയിൽ തന്നെ വേണം, നിർബന്ധമാണെന്ന് ശ്രദ്ധിക്കുക. ഇനി ഈ പറഞ്ഞ 2 യോഗ്യത നിങ്ങൾക്ക് ഇല്ല എന്നാണെങ്കിൽ മറ്റൊരു യോഗ്യത ഉണ്ടെങ്കിലും അപേക്ഷിക്കാം. 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. വിത്ത് നോൺ വെക്കേഷണൽ സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ് അതുപോലെ മാത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിടെയും 50% മാർക്ക് വേണം. 50% മാർക്ക് 50% മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഇനി വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തുണ്ടായാൽ മതി, ഇംഗ്ലീഷ് ഉണ്ടായാൽ മതി. അവിടെ 50% മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതാണ് ഇതിൻ്റെ യോഗ്യത. ഇനി അതർ ദാൻ സയൻസ് സബ്ജക്റ്റ്, സയൻസ് ഇല്ലാത്തവർക്ക് അപേക്ഷിക്കേണ്ട യോഗ്യത നമുക്ക് നോക്കാം. +2 ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 50% മാർക്കോടുകൂടി +2 പാസ്സാണ്. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും 50% മാർക്ക് 50% മാർക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു യോഗ്യതയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഒരു യോഗ്യത ഇല്ലാത്തവർക്ക് പാസ്റ്റ് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിലും അപേക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അവിടെയും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, 50% മാർക്ക് വേണം. പിന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 50% മാർക്ക് വേണം. ഇനി വൊക്കേഷണൽ കോഴ്സിൽ ഇംഗ്ലീഷ് ഇല്ല എന്നാണെങ്കിൽ 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഏതൊക്കെ രീതിയിലാണെന്ന് ഇപ്പം പറഞ്ഞു. അല്ലെ തത്തുല്യമായിട്ടുള്ള യോഗ്യതകളും നമ്മൾ പറഞ്ഞു. അപേക്ഷിക്കേണ്ട ഡേറ്റ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ്, പിന്നെ ഓൾസോ നമ്മുടെ ഏജ് ലിമിറ്റ് തുടങ്ങിയ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ്, ഉയരം നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് 152 സെൻറ്റിമീറ്റർ 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ ഫീമെയിൽസിൻ്റെ കാണാൻ സാധിക്കുന്നതാണ്, അതേ ഹൈറ്റ് തന്നെയാണ് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് ഏകദേശം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ, 77 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ചോദിക്കുന്നുണ്ട്. ഫീമെയിൽസിന് ഓൺലി എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇത് അഗ്നിവീർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സ്ഥിരജോലി ആയിരിക്കില്ല. പിന്നെ നിങ്ങൾക്ക് 4 വർഷത്തേക്ക് നിങ്ങളെ അഗ്നിപത് സ്കീമിൻ്റെ അണ്ടറിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് പേരെ പെർമനൻ്റ് ആക്കും, കുറച്ച് പേര് 4 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരേണ്ടി വരും. പിന്നീട് നമ്മുടെ മറ്റുള്ള പോസ്റ്റുകളിലേക്കെല്ലാം റിസർവേഷനൊക്കെ നൽകുന്നത് നിങ്ങൾക്കറിയായിരിക്കും. ഇപ്പോൾ SSC GD പോലുള്ള പോസ്റ്റിന് വരുന്നുണ്ട്. അതിന് 50% റിസർവേഷൻ ഈ SSC GD പോലുള്ള പോസ്റ്റുകൾക്കെല്ലാം നൽകുന്നത് അഗ്നിവീർ കഴിഞ്ഞ് വരുന്നവർക്കാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് അവർക്ക് ലഭിക്കാനായിട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ അപേക്ഷിക്കുന്നവർ ഹിയറിംഗ്, ഡെൻ്റൽ, അതുപോലെ തന്നെ ജനറൽ ഹെൽത്ത് ഇതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. അതായത് ഫിസിക്കലി മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്.
പറയുന്നത്. പിന്നെ ഫീമെയിൽസിൻ്റെ പ്രഗ്നൻസിൻ്റെ കാര്യമൊക്കെ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇവിടെ കണ്ടവർ പറഞ്ഞതാണ്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ ലീവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസമാണ് ഒരു വർഷം ലീവ് കിട്ടുക എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സിക്ക് ലീവ് ബേസ്ഡ് ഓൺ മെഡിക്കൽ കണ്ടീഷനെ ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് തരിക. ഒരു വർഷം 1 മാസം മാത്രമേ നിങ്ങൾക്ക് ലീവ് ഉണ്ടാവത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീറിൻ്റെ സാലറി സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. സാലറി സ്ട്രക്ചറിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം 30,000 രൂപയായിരിക്കും നിങ്ങൾക്ക് സാലറി ആയിട്ടുണ്ടാകുക. ഫസ്റ്റ് ഇയറിൽ 30,000 രൂപയായിരിക്കും ഉണ്ടാകുക. കയ്യിൽ ലഭിക്കുമ്പോൾ 21,000 രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ലഭിക്കത്തുള്ളൂ. 9,000 ഗവൺമെൻറ് പിടിച്ചു വെക്കും, 9,000 സേവാനിധിയിൽ കോൺട്രിബ്യൂട്ട് ആയിട്ട് നിങ്ങളുടെ ഒരു ഫണ്ട് ഉണ്ടാവും, ആ ഫണ്ടിലേക്ക് ഇടുകയും ചെയ്യും. അങ്ങനെ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് ഇവിടെ കാണാൻ സാധിക്കും. മൊത്തം ശമ്പളമാണ് ഫസ്റ്റ് കോളത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആകെ മൊത്തം എത്ര ശമ്പളം ഉണ്ട് ഒരു വർഷം, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം എത്ര ശമ്പളം ഉണ്ടെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് കോളത്ത് കൊടുത്തിട്ടുള്ളത് എത്രയേ നിങ്ങളുടെ ഇതിൽ നിന്ന് കട്ടിങ്സ് ഉണ്ടാവും. ഇതിൽ കട്ടിങ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ് സെക്കൻഡ് കോളത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി തേർഡ് കോളത്തിൽ കൊടുത്തത് എത്രയാണ് പിടിക്കുന്നത്, എത്രയാണ് കോൺട്രിബ്യൂഷൻ അഗ്നിവീർ ഗ്രൂപ്പ്സിന് എത്രയാണ് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ആയിട്ട് തരുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും കണക്ക് തന്നെയാണ്. പിടിക്കുന്നതാണെങ്കിൽ നിങ്ങളെ കട്ടിൻ്റെ ആണെങ്കിൽ എല്ലാം കണക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺട്രിബ്യൂഷൻ ഫണ്ട് ബൈ ഗവൺമെൻറ് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഇവിടുന്ന് പിടിക്കുന്ന ഫണ്ട് തന്നെയാണിത്. കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇവിടുന്ന് പിടിക്കുന്ന ഫണ്ട് തന്നെ ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സാലറിയിൽ നിന്ന് പിടിക്കുന്ന ഫണ്ട് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് എടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഗവൺമെൻറ് ആഡ് ചെയ്യുന്ന ഫണ്ടാണ്. ഇതിൻ്റെ പുറമെ ഗവൺമെൻറ് ഒരു ഫണ്ട് ആഡ് ചെയ്യും. ഇത് രണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. തുടക്കം ഈ 4 വർഷം ഇത് രണ്ടും നിങ്ങൾക്ക് ലഭ്യമാകത്തില്ല. 4 വർഷം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടിയിട്ട് ഒരു എമൗണ്ട് ആവുന്ന കാണാൻ സാധിക്കും. 5 ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു 10-11 ലക്ഷം രൂപേൻ്റെ അടുത്ത് ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇറങ്ങി വരുമ്പോൾ ലഭിക്കുക. നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് പിടിക്കും, അതേ ഫണ്ട് എന്ത് ചെയ്യും, ഗവൺമെൻറ് അവിടെ നിന്ന് ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്രോക്സിമേറ്റ്ലി ഏകദേശം 10.4 lakhs സേവാനിധി പാക്കേജ് നിങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞിട്ട് ഇവിടുന്ന് റിലീസിംഗ് ബെനിഫിറ്റ് അല്ലെങ്കിൽ അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ്. സാലറിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ എക്സാമിനേഷൻ്റെ പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനുള്ള സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നേരെ നമ്മുടെ ടീമിൻ്റെ കഴിഞ്ഞ തവണ ഇപ്പം അഗ്നിവീറിൻ്റെ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എയർഫോഴ്സിൻ്റെ. അപ്പോൾ ഒരുപാട് പേര് വാങ്ങി പഠിച്ച് അവർക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എക്സാമിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുന്നത്തെ വർഷവും ഈ വർഷവും നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെറ്റീരിയൽ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്ക്. അപ്പോൾ അത് നല്ലപോലെ അവർക്ക് ഉപകാരപ്പെട്ടു. താല്പര്യമുള്ളവർക്ക് ഇത് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീമിന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ല നമ്മുടെ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ചാനലിൽ നിങ്ങൾ അംഗമാണെങ്കിൽ അവിടെ നമ്മുടെ സ്റ്റോർ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോറിന് പ്രത്യേക ഒരു ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടീമിന് മെസ്സേജ് അയച്ചോ ഏതൊരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സയൻസ് സബ്ജക്റ്റിന് 60 മിനിറ്റിൻ്റെ എക്സാമാണ്. ഫിസിക്സ്, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ ഉൾപ്പെടുന്ന CBSE സിലബസിലുള്ള ഒരു എക്സാമാണ്. അതർ ദാൻ സയൻസ് സബ്ജക്റ്റിന് 45 മിനിറ്റുള്ള ഒരു എക്സാമാണ്. ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അത് 10+2 ഇതിലാണ് വരുന്നത്. CBSE സിലബസിൽ തന്നെയാണ് വരുന്നത് കാണാൻ സാധിക്കും. റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് രാഗയാണ് അവിടെ വരുന്നത്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ 1 മാർക്കാണ് ഒരു ചോദ്യത്തിന് ലഭിക്കുന്നത്. 1 അറ്റൻഡ് ചെയ്തിട്ടില്ല 0 മാർക്കാണ്. ഇനി 1 തെറ്റിച്ച് കഴിഞ്ഞാൽ 0.25 മാർക്ക്. 4 തെറ്റി 1 മാർക്ക് പോകുമെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പരീക്ഷൻ്റെ കടമ്പകളായിട്ട് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഫിസിക്കലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുക അല്ലെങ്കിൽ അപേക്ഷ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കലിലേക്ക് കിടക്കുന്ന സമയത്ത് 1.6 കിലോമീറ്റർ ഓട്ടം 7 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, വിത്തിൻ 7 മിനിറ്റിൽ ആൺകുട്ടികളും വിത്തിൻ 8 മിനിറ്റിൽ പെൺകുട്ടികളും കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആൺകുട്ടികൾക്കുള്ള 10 പുഷപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 10 പുഷപ്പ് ഉണ്ട്. അത് 1 മിനിറ്റിൽ എടുക്കണം എന്നുള്ള കാര്യം ആൺകുട്ടികൾക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 10 സിറ്റപ്സ്, 20 സ്കോട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം പറയുന്നത് ടെസ്റ്റ് കണ്ടക്ട് ആഫ്റ്റർ 10 മിനിറ്റ് ബ്രേക്ക് ഓൺ കംപ്ലീഷൻ ഓഫ് റൺ. ഫസ്റ്റുള്ള ഓട്ടം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഫിസിക്കൽ ഐറ്റം ചെയ്യിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ വെക്കുക. ഇനി ഫീമെയിൽസിനെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും 10 സിറ്റപ്സ് ഉണ്ട്, 1 മിനിറ്റ് 30 സെക്കൻഡിൽ ലഭിക്കും. പിന്നെ 15 സ്കോട്ട്സ് ഉണ്ട്, 1 മിനിറ്റ് ലഭിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ റണ്ണിങ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുടങ്ങുക. പിന്നെ ഫസ്റ്റ് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കയറാനായിട്ട് വിൽ ബി കണ്ടക്ട് ആഫ്റ്റർ 2 മിനിറ്റ്. ആദ്യത്തെ കടമ്പ കഴിഞ്ഞിട്ട് 2 മിനിറ്റ് മിനിമം ഉണ്ടാവും നിങ്ങൾക്ക് അത് നടത്താനായിട്ട്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കയറാനായിട്ട് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ് വരുന്നത്. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2 വരുന്നുണ്ട്. പിന്നെ ഫേസ് 3ലേക്ക് വരുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫൈനൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഫൈനൽ ലിസ്റ്റിൽ വരുന്നത് ജോയിൻ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഈ ഒരു രീതിയിലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ഇതിനെ അപേക്ഷിക്കാനുള്ള ലിങ്ക്, പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കയറിയിട്ട് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനും കൂടുതൽ ഈ പോസ്റ്റിനെ പറ്റി മനസ്സിലാക്കാനും വായിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കുന്നതാണ്.
പിന്നെ പ്രധാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എക്സാമിനേഷൻ ഫീസാണ് കേട്ടോ. ഏകദേശം 550 രൂപ എക്സാമിനേഷൻ ഫീസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 550 രൂപയൊക്കെ ഫീസ് അടച്ചിട്ട് നിങ്ങൾ അപേക്ഷിക്കുകയാണ്, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ സമയമില്ല കാര്യങ്ങളെന്നൊക്കെയാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് അപേക്ഷിക്കുക. അതുപോലെ തന്നെ പഠിക്കുമെല്ലാം ഓക്കെയാണ്, പക്കയാണെന്നാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, കൺഫേം ആയിട്ട് അപേക്ഷിക്കുക. 550 രൂപ പ്ലസ് 18% GST കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധയിൽ വെക്കുക. ഫീസ് ഉണ്ട്, അതുകൊണ്ട് നല്ലപോലെ പഠിക്കുന്ന, നല്ലപോലെ ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ഉറപ്പുള്ളവർ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്താൽ തീർച്ചയായും പ്രിപ്പയർ ചെയ്യണം. അത്യാവശ്യം ഫീസൊക്കെ അടച്ച് ഇതിന് എക്സാം സെൻറ്ററിലേക്കൊക്കെ ചിലവർക്കൊക്കെ ദൂരെയായിരിക്കും ലഭിക്കുക, അതായത് വീടിൻ്റെ അടുത്തൊന്നും ആയിരിക്കില്ല സെൻറ്റർ ഉണ്ടാവുക. അപ്പോൾ അത്രയും ദൂരെ പോകാനുള്ള ചിലവ് കാര്യങ്ങൾ അത്യാവശ്യം ചിലവുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുപോലെ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്യാനും മറക്കേണ്ട. ബാക്കിയുള്ള അപ്ഡേറ്റും ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.